പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. എല്ലാ സാധനം വരും. ഇതിൽ സുഹൃത്ത് മറ്റേ ഷോക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. അതിന് ചാർജ് ഒന്നുമില്ല. ചാർജ് ഇല്ലാണ്ട് പിന്നെ അതിന് ഷോക്ക് ലൈൻ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഏത് സമയം മൃഗത്തിന് കടന്നു വരാം. അങ്ങനെയുള്ള ഷോക്ക് ലൈനാണ് ഇത്. സർക്കാരിൻ്റെ അനാഥ കൊണ്ടാണ് ഈ മനുഷ്യന്മാരിങ്ങനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഇത് എവിടെന്നോ പിടിച്ചിട്ട് എവിടെന്നോ കൊണ്ടുവന്നിട്ട് അടിക്കാത്. മറ്റല്ലാണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആദ്യം കടുവുണ്ട്, ഒരു മനുഷ്യനും പിടിച്ചിട്ടില്ലല്ലോ. കമൽ അവിടെ നിന്നും തുടരുന്നുണ്ട്. കമൽ, രാധയുടെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണോ അവിടെ? മൃതദേഹം ഇപ്പോൾ ഫ്രീസർ റൂം തുറന്നിരിക്കുന്നു. മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹം വിട്ടു നൽകുന്നത്. ഇപ്പോൾ റൂം തുറന്ന് ഇരിക്കുന്നു. ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്, പോലീസുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, പൊതുപ്രവർത്തകർ, നഗരസഭാ കൗൺസിലർമാരടക്കമുള്ള ആളുകളുണ്ട്. മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയായിരുന്നു. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലേക്ക് തന്നെയാണ് മൃതദേഹം കൊണ്ടുപോവുക. പഞ്ചാരക്കൊല്ലിയിൽ ഇന്നലെ ആ പ്രതിഷേധമൊക്കെ ഉണ്ടായ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന് അവിടെ നിന്ന് താഴേക്കുള്ള റോഡ് അരികിലാണ് രാധയുടെ വീട്. അവിടേക്ക് ആണ് കൊണ്ടുപോവുക. അതിനോട് ചേർന്ന് തന്നെ അവരുടെ സമുദായ ശ്മശാനമുണ്ട്. വയനാട്ടിലെ പ്രബല ഗോത്ര വിഭാഗമായ കുറിച്യ സമുദായത്തിലെ അംഗമാണ് രാധ. അവരുടെ ആചാരപ്രകാരമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. എന്താണെങ്കിലും ഇപ്പോൾ ആംബുലൻസ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സംസ്കാരത്തിനുള്ള സ്ഥലവും ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ മൃതദേഹം വിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമോ അത്തരം അന്തരീക്ഷമൊന്നും ഇവിടെയില്ല. ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്, പോലീസും ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇന്നലെ തന്നെ ബന്ധുക്കളുമായൊക്കെ അധികൃതർ ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അല്പസമയത്തിനകം തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകും. സമുദായ ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. 11:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ ആയിരുന്നു രാധയെ കാപ്പിത്തോട്ടത്തിൽ നിന്നും കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എന്നും പോകുന്നത് പോലെ പണിക്കെത്തിയതായിരുന്നു രാധ. ഇന്നലെയായിരുന്നു ആ ദാരുണമായ സംഭവം ഉണ്ടായത്. തുടർന്ന് സ്ഥലത്ത് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിമാരൊക്കെ എത്തി. മന്ത്രി OR കേളു എത്തി. അദ്ദേഹം പൊതുജനങ്ങളുമായി സംസാരിച്ചു. ഒപ്പം വനം വകുപ്പും ഉറപ്പ് നൽകിയിട്ടുണ്ട് കടുവയെ പിടികൂടാമെന്ന്. അതിൻ്റെ ഉത്തരവ് ലഭ്യമായ ശേഷമാണ് ഈ ജനരോഷം ഒന്നടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് സ്ഥലത്ത് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതിനായി ദൗത്യ സംഘവുമൊക്കെ എത്തുന്നുണ്ട്. രാധയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കാനുള്ള കാത്തിരിപ്പിലാണ് ബന്ധുക്കൾ. ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. ആംബുലൻസിലേക്ക് കയറ്റും. ബന്ധുക്കളും സ്ഥലത്തെ ജനവാസികളും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ADM അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, സാങ്കേതിക മറ്റെന്തെങ്കിലും തടസ്സം മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നതിന് ഇനിയുമുണ്ടോ, അതോ ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമോ? പെട്ടെന്ന് കൈമാറാനുള്ള സാഹചര്യമാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയതാണ്. ADM K ദേവകി, അതുപോലെ മാനന്തവാടി അസിസ്റ്റന്റ് ASP ഉമേഷ് ഗോയൽ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം വിട്ടു നൽകുന്നത്. നഗരസഭയിലെ രാധ താമസിക്കുന്ന നഗരസഭാ ഡിവിഷനിലെ കൗൺസിലർ തിരികെ വരാം.